Hello. Welcome to Market Discussion of the Day. Today, March 25th, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയൊരു ബാച്ച് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബേസിക് ക്ലാസ് നമുക്ക് അടുത്ത തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളൊരു അഡ്വാൻസ്ഡ് ക്രാഷ് കോഴ്സ് നമ്മൾ മറ്റന്നാൾ 27-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ടൈമിംഗ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതായത് ഒരു അഡ്വാൻസ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്തെങ്കിലും ട്രേഡിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഒരു 3 ദിവസത്തെ കോഴ്സായിരിക്കും, ജസ്റ്റ് ഒരു 5 മണിക്കൂറത്തെ കോഴ്സായിരിക്കും. അപ്പം ഇതും ഫ്രീ ആയിട്ട് ഉള്ളൊരു കോഴ്സാണ്. സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം എനിക്ക് മെസ്സേജ് അയക്കാം. വെറുതെ എനിക്ക് ഫോറക്സ് ട്രേഡിംഗ് ഒന്ന് പഠിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു 1-2 ദിവസം ഇരുന്നിട്ട് പിന്നീട് ഒരു എന്താ പറയുക, വെറുതെ ഒരു ഹോബിക്ക് കയറുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കരുത്. അത് ഈ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, അത് അടുത്ത ആഴ്ചത്തെ ഫണ്ടമെൻ്റൽ, അതായത് ബേസിക്സ് തുടങ്ങുന്ന ക്ലാസ് ആയിക്കോട്ടെ, ദയവ് ചെയ്ത് അങ്ങനത്തുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കുക. കാരണം 7:30-ക്കും 10:30-ക്കുമാണ് നമ്മളുടെ ക്ലാസ്, മീൻസ് ക്രാഷ് കോഴ്സ് അല്ല, ബേസിക് ക്ലാസ് അടുത്ത ആഴ്ച തിങ്കളാഴ്ച തുടങ്ങുന്നത്. ഓക്കെ, സോ പല ആൾക്കാരും വെറുതെ എന്നാൽ പിന്നെ ഒന്ന് അറിഞ്ഞിരിക്കാം, ഫ്രീ ആയിട്ട് തുരുന്നതല്ലേ എന്ന് വിചാരിച്ച് പല ആൾക്കാരും കയറുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ദയവ് ചെയ്ത് സീരിയസ് ആയിട്ട് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. അവർക്ക് ഈ സമയത്ത് അവർക്ക് കയറാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഫസ്റ്റിൽ പറയാനായിട്ടുള്ളത്. അങ്ങനത്തുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് നമുക്ക് ആപ്പാടെയുള്ള ന്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് CB കൺസ്യൂമർ ന്യൂ ഹോം സെയിൽസ് ഉണ്ട്, അതിനുശേഷം CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. ഇത് 2 മണി UK ടൈമിങ്ങിലാണ് നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പക്ഷേ നാളെ നമുക്ക് ഫണ്ടമെൻ്റൽസ് ഒന്നും, പ്രത്യേകിച്ച് വലിയ ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ കാണാനില്ല. പക്ഷേ മറ്റന്നാൾ നമുക്ക് എന്ത് തരാമെന്ന് പറഞ്ഞാലും നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാതിരിക്കുക. കാരണം GDP ഡേ ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ്, എന്താണ് GDP ഡേ ആണെന്നുള്ള കാര്യം അല്ലേ. സോ ഇതാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ള കാര്യം. സോ ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഈ ആഴ്ച നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ മാർക്കറ്റ് ഡിസ്കഷനിലും അത് പറഞ്ഞതാണ്. പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നലത്തെ മാർക്കറ്റ് ഡിസ്കഷൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY ഇന്നലെ ഫസ്റ്റ് ഇന്നലെ ഒരു ദിവസമാണ് നമുക്ക് 150-ൻ്റെ മുകളിലായിട്ട് ക്രോസ് ചെയ്യുകയും 150-ൽ നിന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും ചെയ്തു. കാരണം കഴിഞ്ഞ വട്ടം ഒരു 10 വട്ടമെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ അവസരങ്ങളും JPYയിൽ പ്രോഫിറ്റ് മാത്രമായിരുന്നു. ഓക്കെ, സോ കഴിഞ്ഞ ഈ വട്ടം നമുക്കതൊരു സ്റ്റോപ്പ് ലോസ് അടിച്ച് ലോസ് ഉണ്ടായിട്ടുണ്ടാവും. അത് സംഭവിക്കും, 10 വട്ടത്തിലൊരു വട്ടമൊക്കെ സംഭവിക്കും. ഓക്കെ, സോ ഇനി എന്താണ് JPYയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് തൽക്കാലം എനിക്കറിയില്ല. കാരണം ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും JPYയിൽ നല്ലതെന്നുള്ളതാണ് എനിക്ക് JPYയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ കമ്മിങ് ടു യൂറോ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 1.0800 അവിടെ വെച്ചിട്ട് ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 9 മണിക്കുള്ള ക്യാൻഡിൽ 1.0800 അടുത്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ 9 മണിക്ക്, നാട്ടിലെ 2:30 മണിൻ്റെ ക്യാൻഡിലാണ് കേട്ടോ. സോ അവിടെ വെച്ച് ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. ഓക്കെ, പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് 1.0900 വരെ എങ്കിലും നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റും. ടേക്ക് പ്രോഫിറ്റ് വെക്കേണ്ടതാണ്. ഉറപ്പായിട്ടും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 1.0760 താഴെയായിട്ടായിരിക്കണം നമ്മളുടെ യൂറോയിലെ സ്റ്റോപ്പ് ലോസും വെക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ GBPയിൽ നോക്കുകയാണെങ്കിൽ GBP നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.2900 അവിടെ വെച്ച് ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ആൾക്കാർക്കും 1.29000 അടുത്ത് വെച്ച് ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ഓൾമോസ്റ്റ് 71 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് നമുക്ക് 1.2900 വീണ്ടും തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഓൾമോസ്റ്റ് ഒരു 40 പിപ്പ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത്. ഓക്കെ, സോ അത് വീണ്ടും നമുക്ക് 1.2900 കിട്ടുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ബൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഇന്നത്തെ ആവറേജ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു
3005 to 3035 വരെയൊക്കെ ആയിരിക്കും പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റിന് വന്ന് 3000-3005 റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു 200 പിപ്സ് പ്രോഫിറ്റിലാണ്. പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 30 അടുത്ത് വരുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വീണ്ടും മാർക്കറ്റ് റീട്രേസ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയാൽ 3000 വെച്ച് കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഗോൾഡ് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്താ പറയുക, അല്ല നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. ഇന്ന് രാത്രി മാർക്കറ്റ് അവസാനിക്കുന്നത് 3030 മുകളിലും നാളെ രാവിലെ 7:30 മണി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് നമുക്ക് 3030 മുകളിലും നമുക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും അവിടുന്ന് മാർക്കറ്റ് വീണ്ടും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് ഗോൾഡിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത് മെയിനായിട്ട്. ഓക്കെ, സോ എന്താ പറയുക, ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ ബേസിക്കലി പറയാനായിട്ടുള്ളത്. ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്താ പറയുക, ഗോൾഡിൽ ഇനി തിരിച്ച് റീട്രേസ് ചെയ്താൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ ഇന്നത്തെ ദിവസം. ഓക്കെ, അല്ല എങ്കിൽ നാളത്തെ ദിവസത്തേക്ക് മാറി നിൽക്കാം. നാളത്തെ ദിവസം 3030 മുകളിൽ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാം. നമുക്ക് ഉറപ്പായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ യൂറോയിലാണെങ്കിലും GBPയിലാണെങ്കിലും JPYയിലാണെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ അവസരം എടുത്തോ. ഓക്കെ, ആ അവസരം പാഴാക്കി കളയുകയും വേണ്ട. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. എനിക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഒരൊറ്റ ഹെൽപ്പ് മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ സീരിയസ് ആയിട്ടാണ്, നിങ്ങൾക്ക് സീരിയസ്ലി ഈ ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. പല ആൾക്കാരും വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത്. ദയവ് ചെയ്ത് ഇനി വെറുതെ പഠിക്കണം എന്ന് വിചാരിച്ച് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കുക. അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത് പഠിക്കണം എന്ന് പറയുന്ന ആൾക്കാർ മാത്രം ഇതിലോട്ട് എനിക്ക് മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.